നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. വീറും വാശിയും കൊട്ടിക്കലാശത്തിൽ ഉറപ്പുവരുത്താൻ മുന്നണികൾ. 3 സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ഉച്ചയ്ക്ക് ആരംഭിക്കും. വ്യാജ വോട്ട് ആരോപണത്തിൽ ഇടതുമുന്നണിയുടെ കലക്ടറേറ്റ് മാർച്ച് ഇന്ന്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതി 14 ദിവസത്തെ റിമാൻഡിൽ. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ഇയാൾക്ക് കുറുവ സംഘവുമായുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷിക്കും. 7 അംഗ സ്പെഷ്യൽ സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഭീതി പരത്തുന്ന കുറുവ മോഷണ സംഘത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘം. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. കുറുവ സംഘത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. പോലീസ് സഹായത്തോടെ സിപിഎം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന ആരോപണം. നടൻ ഇടവേള ബാബു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യം. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസിന്റെ തുടർ നടപടിക്രമങ്ങൾക്ക് താൽക്കാലികമായ സ്റ്റേ. സിനിമയിലെ അവസരത്തിനും അമ്മയിലെ അംഗത്വത്തിനും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നായിരുന്നു പരാതി. ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ഇന്നലെ 65,000 പേർ മല ചവിട്ടി. ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ 17,000 പേർ എത്തി. വർഷം മുഴുവൻ ശബരിമല നട തുറക്കണം എന്ന വാദം തള്ളി തന്ത്രി കണ്ഠരര് രാജീവര്. മണ്ഡലവ്രതം നോറ്റ് എത്തുന്നവരുടെ എണ്ണമാണ് ഏറുന്നത്. മാസപൂജ തൊഴാൻ കുറച്ച് തീർത്ഥാടകർ മാത്രമേ എത്തുന്നുള്ളൂ. സീസണിലെ തിരക്ക് പരിഗണിച്ചാണ് ദർശന സമയം വർദ്ധിപ്പിച്ചത് എന്നും തന്ത്രി. കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം. സമരത്തിനൊരുങ്ങി തൊഴിലാളി സംഘടന TDF. കിഴക്കേക്കോട്ടയിലെ കെഎസ്ആർടിസിയുടെ ചീഫ് ഓഫീസ് ഉപരോധിക്കും. ഉദ്യോഗസ്ഥ അഴിമതികളിൽ അന്വേഷണം നടത്തുക, DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. പൂഴനാട് UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് തകർന്നു വീണത്. സമീപത്തുണ്ടായിരുന്ന കോഴിക്കോടിന്റെ മുകളിലേക്കാണ് വീണത്. മുഴുവൻ കോഴികളും ചത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. സ്കൂൾ പ്രവൃത്തി ദിവസം അല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായത് കോടികളുടെ നഷ്ടം. കേന്ദ്ര സഹായം വൈകുന്നതിൽ നിരാശയിൽ കർഷകർ. ഏലത്തിന് റെക്കോർഡ് വില ഉള്ളപ്പോഴും പുഞ്ചിരിമട്ടത്തെ വനറാണി ഏലം എസ്റ്റേറ്റ് നഷ്ടത്തിൽ. അടച്ചിട്ടതുകൊണ്ട് എസ്റ്റേറ്റിന് നഷ്ടമായത് 8 ടണ്ണിലധികം ഏലം. ഏലച്ചെടികളുടെ സംരക്ഷണം മുതൽ വിളവെടുപ്പ് വരെ അവതാളത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലയിലുള്ളവർക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ. ഇന്ത്യൻ അംബാസിഡർ സുരേഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സ്വീകരണം. ലോക നേതാക്കളുമായി ഗുണകരമായ ചർച്ചകൾ നടത്താൻ കഴിയുമെന്ന് മോദി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായും മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മണിപ്പൂർ സംഘർഷത്തിൽ അമിത് ഷായുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. ഉച്ചയ്ക്ക് 12-ന് ഡൽഹിയിലാണ് യോഗം. മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ അടക്കം ആക്രമണം വ്യാപിച്ച പശ്ചാത്തലത്തിലാണ് കർശന ഇടപെടൽ. കുക്കി സായുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് മെയ്തേ സംഘടനയുടെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഝാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിൽ 2ാം ഘട്ട വിധിയെഴുത്ത്. മഹാരാഷ്ട്രയിൽ മഹായുതി, മഹാവികാസ് അഘാഡി സഖ്യങ്ങൾക്ക് അഭിമാന പോരാട്ടം. BJP മത്സരിക്കുന്നത് 148 സീറ്റുകളിൽ. ശിവസേന 80 സീറ്റുകളിലും NCP 53 സീറ്റുകളിലും മത്സരിക്കും. മണിപ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. സേനാപതി ജില്ലയിൽ നിന്ന് 578 ഗ്രാം ഹെറോയിൻ പിടികൂടി. വിപണിയിൽ 2.31 കോടി രൂപ വിലമതിക്കും. അസം റൈഫിൾസും മണിപ്പൂർ പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മാവോ പോലീസ് കേസിൽ തുടർ അന്വേഷണം നടത്തും.
ഡൽഹിയിൽ ഇന്നു മുതൽ അന്തരീക്ഷ മലിനീകരണം ചെറുക്കാനുള്ള നടപടികൾ ശക്തമാക്കും. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ സ്റ്റേജ് 4 നടപ്പിലാക്കാൻ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തീരുമാനം. അതേസമയം നഗരത്തിലെ വായു നിലവാര സൂചിക അപകടകരമായ നിലയിൽ തുടരുന്നു. ഞായറാഴ്ച വൈകിട്ട് 457 AQI ആണ് രേഖപ്പെടുത്തിയത്. കടുത്ത മൂടൽമഞ്ഞ് കാരണം ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ വൈകുമെന്ന് ഇൻഡിഗോ. എക്സ് വഴിയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ഡൽഹിയിലേക്കുള്ള യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റേറ്റസ് സ്ഥിരമായി പരിശോധിക്കാനും നിർദ്ദേശം. ഹിമാചൽ പ്രദേശിലെ ടോയ് ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചു. കടുത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് ജൂലൈ 4 മുതലാണ് സർവീസുകൾ നിർത്തിവച്ചിരുന്നത്. ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള 87 കിലോമീറ്റർ സർവീസും പുനരാരംഭിച്ചു. നിരവധി പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷമാണ് സ്ഥിരം സർവീസ് ആരംഭിച്ചതെന്ന് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ കല്യാണ പന്തലിന് തീപിടിച്ചു. ഹൌറ ഹൌസിനുള്ളിലെ പന്തലിനാണ് ഇന്നലെ രാത്രി തീ പടർന്നത്. കെട്ടിടത്തിൽ ആരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. 2 അഗ്നിസേനാ യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ പുറത്തിറങ്ങി. നടനും നിർമ്മാതാവുമായ ധനുഷ് നേരത്തെ നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. നാനും റൌണ്ടിതാൻ എന്ന സിനിമയിലെ 3 സെക്കൻഡ് രംഗം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് ധനുഷ് 10 കോടിയാണ് ആവശ്യപ്പെട്ടത്. ആമസോൺ മഴക്കാടുകളിൽ വനനശീകരണം കുറയ്ക്കാൻ നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഫോസിൽ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ശ്രമങ്ങൾ കുറയ്ക്കും, ശുദ്ധമായ ഊർജ്ജ വിപ്ലവത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും ജോ ബൈഡൻ. ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനിന് അംഗീകാരം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ മാസങ്ങളായുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് അനുമതി. US വിതരണം ചെയ്ത ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാനാണ് അനുമതി. വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ സൈന്യത്തെ യുക്രൈനിന്റെ വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ICU വാർഡ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണം. അപകടങ്ങളിൽ പെടുന്നവർക്കും അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾക്കും ഇരട്ടി ദുരിതം. പുതിയതായി നിർമ്മിച്ച വീട്ടിൽ കുരുവിക്കൂട്ടം കൂടുകൂട്ടിയതോടെ പാലുകാച്ചൽ ചടങ്ങ് മാറ്റിവെച്ച് കുടുംബം. പാലക്കാട് തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ മുജീബിന്റെ പുതിയ വീട്ടിലാണ് ഈ കൗതുകം. കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെയാണ് ചടങ്ങ് മാറ്റിവെച്ചത്. ഒരേ ദിവസം ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി പൊന്നാനി സ്വദേശികളായ പിതാവും മകനും. ജപ്പാൻ കരാട്ടെ ഡോ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിലാണ് സെയ്തലവിയും മകൻ അജ്സലും നേട്ടം സ്വന്തമാക്കിയത്. 81 തണ്ണിമത്തൻ 1 മിനിറ്റിനുള്ളിൽ മുറിച്ചു തള്ളിയാണ് റെക്കോർഡ് നേട്ടം. മകൻ അജ്സലും ഈ പ്രകടനത്തിലൂടെ ഗിന്നസിന് അർഹനായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള വ്യക്തിയാണ് സെയ്തലവി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.